ഇന്ന് ചൗചൗ കൊണ്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ മലയാളികൾ ഈ വെജിറ്റബിൾ വളരെ ഒന്നും ഉപയോഗിക്കാറില്ല. ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പച്ചക്കറിയാണ്. ധാരാളം നാരുകളും ആന്റി ഓക്സിഡന്റും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും ധാരാളമായിട്ടുണ്ട്. പ്രത്യേകിച്ച് വൈറ്റമിൻ സി. ഡയബറ്റിക്സ്, ജോയിന്റ് പെയിൻ, ഫാറ്റി ലിവർ, ബ്ലഡ് പ്രഷർ ഇവയൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ നല്ല ഒരു വെജിറ്റബിൾ ആണ് ഇത്. അപ്പോൾ എല്ലാവരും ഇത് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചൗചൗ തോരൻ ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു വലിയൊരു ചൗചൗ എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തോല് കളഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിലുള്ള തോലും അഴുക്കും എല്ലാം എടുത്ത് കളയണം. എന്നിട്ട് ചെറുതായിട്ട് ഇത് അരിഞ്ഞെടുക്കണം, തോരനും അരിയുന്നത് പോലെ. അതേപോലെ തന്നെ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞെടുക്കണം. പിന്നെ വേണ്ടത് ഉപ്പിട്ട് വേവിച്ചെടുത്ത കടലപ്പരിപ്പ് 1/2 കപ്പ്. ഇതങ്ങ് വെന്ത് കൊഴിഞ്ഞു പോകരുത്, ഇതേപോലെ വേണം വേവിച്ചെടുക്കാൻ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങ പൊടിയായി ചിരവി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ വേണം. ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇനി കടുക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോൾ 2 ഉണക്കമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ സവാള അരിഞ്ഞിട്ട് കൊടുക്കണം. പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കണം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൗചൗ ഇട്ട് കൊടുക്കാം. ഇതിൽ കടലപ്പരിപ്പ് ചേർക്കാതെയും ഈ തോരൻ ഉണ്ടാക്കാം. ടേസ്റ്റിന് ഒരു കുറവും വരില്ല. ഇത് നന്നായിട്ട് ഇളക്കി ചേർക്കണം. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു പകുതി വേവിച്ചെടുക്കണം. ഈ അടിവശം വേകാനായിട്ട് ഇനി ഇതൊന്ന് തുറന്ന് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഒന്നുകൂടി അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് പരിപ്പൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി 1 മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കണം. നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം. പൊത്തി വെച്ച് 1 മിനിറ്റ് ഈ തേങ്ങ വേകാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെക്കാം. ഇത് നന്നായിട്ട് ഇളക്കി ചേർക്കണം. ഉപ്പൊന്ന് നോക്കിയിട്ട് പോരായെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ? സ്വാദിഷ്ടമായ ചൗചൗ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു തോരനാണ്. വളരെ എളുപ്പത്തിൽ ഇതുണ്ടാക്കാം. ഇതുണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. ഈ ചാനൽ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ ഇനി ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.